ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നിവിടെ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് എംഐയുടെ പുതിയ സ്മാർട്ട് വാച്ചായ എംഐ റിവോൾവ് എന്ന മോഡലാണ്. ആദ്യം നമുക്ക് ചെറുതായിട്ട് സ്പെക്കൊക്കെ നോക്കിയിട്ട് നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ ഇതിലെ ബാക്കിൽ എഴുതിയിരിക്കുന്ന ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് നോക്കാം. 3.53 സെൻറ്റിമീറ്റേഴ്സ് AMOLED കളർ സ്ക്രീനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. AMOLED ആയതുകൊണ്ട് തന്നെ നമുക്കിതിനകത്ത് ആൾവേസ് ഓൺ ഡിസ്പ്ലേ എല്ലാം വരും. ആൾവേസ് ഓൺ ഡിസ്പ്ലേ ഒരുപാട് ബാറ്ററി കൺസപ്ഷൻ കാണില്ല, കാരണം ബ്ലാക്ക് ആയ ഭാഗത്തുള്ള പിക്സൽസ് എല്ലാം ഓഫായിരിക്കും. അതൊരിക്കലും ബ്ലാക്ക് ഉള്ള ഭാഗങ്ങളിലുള്ള പിക്സൽസ് എല്ലാം ഒരിക്കലും പവർ കൺസംഷൻ ചെയ്യത്തില്ല. അത് ടോട്ടലി ആ പിക്സൽസ് ഓഫായിരിക്കും. നമുക്ക് ആൾറെഡി അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ പവർ കൺസപ്ഷൻ വളരെ കുറവായിരിക്കും. ആൾവേസ് ഓൺ ഡിസ്പ്ലേ എപ്പോഴും കാണും. നല്ലൊരു വാച്ചിന് പറ്റിയൊരു ആസ്തറ്റിക്സും അതിനകത്ത് കാണും. പിന്നെ അപ് ടു 14 days ബാറ്ററി ലൈഫാണ് പറയുന്നത്. 480 mAh ബാറ്ററിയാണെന്ന് തോന്നുന്നു. 480 mAh ബാറ്ററിയാണ്. ഒരു സ്മാർട്ട് വാച്ചിനെ സംബന്ധിച്ച് നല്ലൊരു കപ്പാസിറ്റിയാണ്. 14 days എന്ന് പറയുമ്പോൾ അറൗണ്ട് ഒരു റഫ് യൂസ് നല്ലൊരു 1 week എന്തായാലും കിട്ടും എൻ്റെ അഭിപ്രായത്തിൽ. പിന്നെ വാട്ടർ റെസിസ്റ്റൻസ് അപ് ടു 50 minutes ആണ്. 50 മിനിറ്റിന് വെള്ളത്തിന് അടിവരൽ വാട്ടർ റെസിസ്റ്റൻസ് അവർ പറയുന്നുണ്ട്. 24 hours ഹാർട്ട് മോണിറ്ററിങ്, പിന്നെ 10 സ്പോർട്സ് മോഡ്, പിന്നെ ഫസ്റ്റ് ബീറ്റ് അൽഗോരിതം. ഇവർക്ക് തന്നെ സ്പെഷ്യലായിട്ട് വരുന്ന അൽഗോരിതമാണ് അത്, ഫസ്റ്റ് ബീറ്റ് അൽഗോരിതം. പിന്നെ ബിൽറ്റ് ഇൻ ജി പി എസ് ഉണ്ട്. പിന്നെ 110 കൂടുതൽ ആൾറെഡി പ്രോഗ്രാംഡ് ആയിട്ടുള്ള വാച്ച് ഫേസസ് നമുക്ക് അതിലെ ആപ്പിൽ കൂടെ നമുക്കത് യൂസ് ചെയ്യാം. ഇതിനകത്ത് MRP വരുന്നത് 15,999 ആണ്. ബട്ട് ആമസോണിലൊക്കെ ഇത് പർച്ചേസ് ചെയ്യാൻ 999 അതായത് 9,999 റുപ്പീസിന് കിട്ടും ഇത്. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ അൺബോക്സിങ് പോവാം. തുടക്കം തന്നെ മാനുവലാണെന്ന് തോന്നുന്നു. യെസ്, മാനുവലാണ്. വാച്ച് കണക്ട് ചെയ്യേണ്ടതും വാച്ചിനെ കുറിച്ചുള്ള മാനുവൽസാണ്. പിന്നെ നമ്മുടെ വാച്ച് പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം വലിയ ഡയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല വലുപ്പമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം അത് വിട്ടില്ലെല്ലാത്തിനും നല്ല അട്രാക്റ്റീവാണ് ഡിസൈൻ. പിന്നെ ഇതിനകത്ത് കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. ചാർജറാണിത്, വാച്ച് ചാർജ് ചെയ്യാനുള്ള ചാർജിങ് ടോ. നല്ല സ്ട്രോങ് മാഗ്നറ്റാണ്. മാഗ്നറ്റിക് കണക്ഷൻ ഉണ്ട് അവിടെ. വെക്കുമ്പോൾ തന്നെ അത് അട്രാക്റ്റായിട്ട് അവിടെ ഇരുന്നോളും. സ്ട്രോങ് മാഗ്നറ്റിക് കണക്ഷൻ. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജറിലായാലും എന്ത് കാര്യത്തിലായാലും നല്ല ക്വാളിറ്റി അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഹാർട്ട് ബീറ്റ് സെൻസറും കാര്യങ്ങളും പിന്നെ ചാർജിങ് കണക്റ്റിംഗ് പോയിൻറ്റ്സ് ആണ്. നമുക്കിനി ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. സാധാ വാച്ചിനെക്കാട്ടിലും എന്താ പറയുക, നല്ലൊരു ഇത്രയും വിലയിലുള്ള ഒരു 10,000 റേഞ്ചിലുള്ളൊരു സ്മാർട്ട് വാച്ചിൽ ഇത്രയും നല്ല ഡിസ്പ്ലേ ആണ്. നല്ല ഫ്ലൂയിഡിറ്റി ഉണ്ട്. നമ്മുടെ സ്മാർട്ട് ഫോണിലെ ആ റെസ്പോൺസ് ഈ വാച്ചിൽ വരുന്നുണ്ട്. നല്ല റെസ്പോൺസ് ഉണ്ട് ഇതിനകത്ത്. ടച്ച് സെൻസർ നല്ല റെസ്പോൺസ് ഉണ്ട്. ഒരു പ്രീമിയം ക്വാളിറ്റി, ടച്ചിലൊരു പ്രീമിയം ക്വാളിറ്റി തോന്നിക്കുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ മൊബൈലോട്ട് കണക്ട് ചെയ്യാൻ Xiaomi Wear ആപ്പ് അതാണ് യൂസ് ചെയ്യേണ്ടത്. ആൻഡ്രോയിഡ് യൂസർ ആണെങ്കിൽ Xiaomi Wear ആപ്പ്, iOS ആയിട്ടും കണക്ട് ചെയ്യാം. Xiaomi Lite Wear ആപ്പ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, ആപ്പ് സ്റ്റോറിൽ കിട്ടും. അത് ഡൗൺലോഡ് ചെയ്ത് ചെയ്യാവുന്നേ ഉള്ളൂ. നമ്മൾ ഇത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അത് വെച്ച് നമുക്ക് കണക്ട് ചെയ്യാവുന്നേ ഉള്ളൂ. നമുക്ക് നമ്മുടെ വാച്ച് മൊബൈലിലേക്ക് കണക്ട് ചെയ്ത് നോക്കാം. ഓൾറെഡി Xiaomi Wear ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ സൈൻ ഇൻ ചെയ്തിട്ടുണ്ടത്. കണക്ട് ചെയ്യാൻ പ്രൊഫൈലിലേക്ക് പോവുക, ആഡ് ഡിവൈസ്.
അതിൽ MI watch Revolve, ഓക്കെ എഗ്രി. നമ്മളെ വാച്ച് പെയർ ചെയ്യാനുള്ള റിക്വസ്റ്റ് ചോദിക്കുന്നുണ്ട്, കൊടുക്കുക. കോഡ് കാണിക്കുന്നുണ്ട്. ഓക്കെ സ്റ്റാർട്ട് നൗ. ഓക്കെ നമ്മുടെ വാച്ച് പ്രിപ്പയർ ആയി കഴിഞ്ഞു. ഇതിൽ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കാണിക്കുന്നുണ്ട്. പ്രസ് ദ ബട്ടൺ ടു ഡിസ്പ്ലേ ആപ്പ് ഓർ ദ ഫേസ് വാച്ച്. പ്രസ് ദ ഷോർട്ട്കട്ട് ബട്ടൺ ടു ചൂസ് among workouts. Swipe left or right to switch between widgets. Add the sleep widget on the app. Swipe down from the top to view notifications. Swipe up from the bottom to open control center. ഇതിപ്പം വാച്ചിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്, നമുക്കത് പിന്നെ ചെയ്യാം. കാലൊന്ന് വാച്ച് നോക്കാം. പറഞ്ഞ തന്നെ വലിയൊരു ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ ബ്രൈറ്റ്നസ് ആട്ടോ അഡ്ജസ്റ്റിലാണ്. നമുക്കൊന്ന് മാക്സിമം ബ്രൈറ്റ്നസ് എത്ര വരെ പോകും? ഓക്കെ 5 വരെയാണ്. യെസ് നല്ല ബ്രൈറ്റാണ്, അത്യാവശ്യത്തിന് ബ്രൈറ്റാണ്. അതിനകത്ത് വാച്ച് ഫേസസിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഓക്കെ പ്രീ ഇൻസ്റ്റാൾഡ് കുറച്ച് വാച്ച് ഫേസസ് മാത്രമേ അതിനകത്ത് ഉള്ളൂ. ചേഞ്ച് ചെയ്യാം. ഇതിനകത്ത് ആപ്ലിക്കേഷനകത്ത് വാച്ച് ഫേസസ് കാണും. ഓൺലൈൻ ഒരുപാട് ഉണ്ട്, നമുക്ക് ബ്രൗസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അൺലോക്ക് ടൈപ്പ് ജസ്റ്റ് ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. അപ്ലൈഡ്. പറഞ്ഞ പോലെ നല്ല ടച്ച് റെസ്പോൺസ്, നല്ല റെസ്പോൺസാണിത്. അത് പ്രീമിയം സ്മാർട്ട് വാച്ച് യൂസ് ചെയ്യുന്നതിൻ്റെ എല്ലാ ഫീലും ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. നല്ല റെസ്പോൺസാണ്. സാധാ ഇത് റിയൽമിയുടെ വാച്ചാണ്. താരതമ്യപ്പെടുത്തുമ്പോൾ നല്ല ഇപ്പം എൻ്റെ കൈ അത്യാവശ്യം വലിയൊരു കൈയാണ്, പക്ഷേ നല്ല കൈക്ക് നല്ല സൈസുള്ള ആൾക്കാർക്ക് പറ്റിയൊരു വാച്ചാണ് ഇത്. ആക്ച്വലി നല്ല വാച്ചാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഇത് സ്ട്രാപ്പ് 22 mm സ്ട്രാപ്പാണ്. ആമസോണിലൊക്കെ ഇതിൻ്റെ സ്റ്റീലിൻ്റെ സ്ട്രാപ്പ് കിട്ടും. ആ സ്ട്രാപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ പ്രീമിയം ഒരു ലുക്ക് കിട്ടും. ഒരു ലുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ. ഇത് നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ്, നമുക്ക് ഈ സ്ട്രാപ്പ് ഊരി എടുക്കാവുന്നതേ ഉള്ളൂ. അത് പകരം നമ്മളെ ആമസോണിലെല്ലാം കാണാം നല്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ അല്ലെങ്കിൽ മാഗ്നറ്റിക് ടൈപ്പിലെ അങ്ങനെ ഒരുപാട് ഫാൻസി ഇതുണ്ട്. അത് ഒരുവിധം ക്വാളിറ്റിയുള്ള നല്ലത് വാങ്ങുക. ബ്രാൻഡഡ് കമ്പനീസ് ഉണ്ട്. ഞാൻ ഉടനെ വാങ്ങാനിരിക്കുകയാണ്. 1700 റേഞ്ചിൽ ഒരു ബ്രാൻഡഡ് കമ്പനിയുടെ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്ട്രാപ്പ് ഞാൻ വാങ്ങുന്നുണ്ട്. അതും കൂടെ ഇതിൻ്റെ കൂടെ സെറ്റായി കഴിയുമ്പോഴത്തേക്ക് പക്ക ഒരു പ്രീമിയം സ്മാർട്ട് വാച്ച് ഫീൽ തന്നെ ആയിരിക്കും. ആര് കണ്ടാലും ഒരിക്കലും പറയില്ല 10,000 റേഞ്ചിലൊരു വാച്ചാണെന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ അവർ പ്രീമിയം ക്വാളിറ്റിയാണ് എല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ട് ഇതിനകത്ത്. ഓക്കെ കണ്ട എല്ലാവരോടും എൻ്റെ നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണമെന്ന് പറഞ്ഞോളൂ. താങ്ക് യു സോ മച്ച്.